ഹായ് നമസ്കാരം. മെട്രാക്കൾട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പവർ പോയിരിക്കുകയാണ്. ഡേ ലൈറ്റിലാണ് ചെയ്യുന്നത്. കുറെ 2-3 പ്രാവശ്യം റെക്കോർഡ് ചെയ്തു. അപ്പോഴൊക്കെ കറണ്ട് വന്നിട്ടും പോയിട്ട് ഇരിക്കുന്നു. അപ്പൊ ഇത് രണ്ടും കൽപ്പിച്ച് ചെയ്യുന്നതാണ്. വീഡിയോ ക്ലിയർ ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിയില്ല. ഒരു ടേബിൾ ലാമ്പ് കത്തിച്ചിട്ടുണ്ട്. അത് എത്ര നേരം ആ ലൈറ്റ് കിട്ടുമെന്ന് അറിയില്ല. പിന്നെ ബാറ്ററി എത്ര നേരം മൈക്കിൽ ഉണ്ടാവും എന്നും അറിയില്ല. നോക്കാം നമുക്ക്. അപ്പൊ എന്തായാലും നമ്മൾ മൺഡേ, വെനസ്ഡേ, സാറ്റർഡേ ആണല്ലോ നിങ്ങൾക്ക് വീഡിയോ തരാമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് സാറ്റർഡേ ആണ്. ഇന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ചില കമന്റുകളൊക്കെ കണ്ടു. അപ്പൊ ആ കമന്റിനെ പറയുന്ന സമയത്ത് ആദ്യം ഒരു കമന്റ് വന്നത്, ഞാൻ ചെയ്യുന്നത് മലബാറിലെ ജാതിയും തൊഴിലുകളും അതിനെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തെ കുറിച്ചിട്ടുമാണ്. അതല്ലാതെ ലോകത്തിലെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വേറെ ഒരു മതത്തിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം വേറെ ഏതൊരു രാജ്യത്തെ ഇതിനെക്കുറിച്ച് പറയൂ എന്നുള്ള ഒരു അസഭ്യമായ രീതിയിൽ എഴുതിയതുകൊണ്ട്, അത് പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഷയായിരിക്കാം, എന്തായിരിക്കും, എനിക്കത് അത്തരത്തിലുള്ള ഭാഷ അല്ലെങ്കിൽ അസഭ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ അനുവദിക്കാനാവാത്തത് കൊണ്ട് ഞാനത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നിങ്ങളെ അറിയിക്കുകയാണ് അത്. കാരണം അത് ഒരുപാട് വിമർശനങ്ങളൊക്കെ ഇതിൽ വരാറുണ്ട്. ഞാൻ ആ ക്രിറ്റിസം ഒന്നും ഞാൻ ഇവിടുന്ന് ആ കമന്റുകളൊന്നും റിമൂവ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് ക്രിയാത്മകമായിട്ട് നല്ല മാന്യമായ രീതിയിൽ കമന്റ് ചെയ്ത കുറെ ആൾക്കാരുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കമന്റ് എന്ന് പറയുന്നത്, കാണിപ്പയ്യൂരിന് ഭയമാണോ, അദ്ദേഹം ഭീഷണിപ്പെടുത്തിയോ, നട്ടലില്ലേ, അല്ലെങ്കിൽ ബ്രാഹ്മണരല്ലാത്തവരൊന്നും ശ്രേഷ്ഠന്മാരല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഇത് കണ്ടിരുന്നു. അപ്പൊ ദയവായി മനസ്സിലാക്കുക, നായന്മാരെ കുറിച്ചിട്ടുള്ള ചരിത്രങ്ങൾ പറയുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നു. അപ്പൊ ഏത് കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് വസ്തുതാപരമായി പഠിക്കുക എന്നുള്ളത് എന്റെ സ്വഭാവമാണ്. അങ്ങനെയാണ് ആ 2 പുസ്തകം കിട്ടിയത്. പുസ്തകത്തിലിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ പറയാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു നിരൂപണം, ആ പുസ്തകത്തിന്റെ നിരൂപണം അല്ല ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും ശ്രേഷ്ഠന്മാരായ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ കുറെ കലാ, കായിക, സാംസ്കാരികമായിട്ടുള്ളതോ മറ്റുള്ള മേഖലകളിലോ ഒക്കെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തി ജാതീയത കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ മതത്തിൽ അല്ലെങ്കിൽ ആ ജാതിയിൽപ്പെട്ടിട്ടുള്ള എല്ലാവരും അതുപോലെ ആയിക്കൊള്ളുന്നില്ല. ഒരിക്കലും ജനറലൈസ് ചെയ്ത് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിച്ചത്. അപ്പോൾ അത് മനസ്സിലാക്കുക. എന്തായാലും കമന്റ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. മറുപടി ഞാൻ തരാത്തത് എന്താ വെച്ചാൽ കോമൺ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. മാന്യമായ രീതിയിൽ കമന്റുകൾ ചെയ്യുക, നല്ല ഭാഷ ഉപയോഗിക്കുക, ഇടാ, പോടാ, എടി എന്നുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക. എല്ലാം ഞാൻ റെഫറൻസ് വെച്ചിട്ട് തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പ്രാധാന്യമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ വസ്തുത ഉണ്ടോ എന്ന് മാത്രം നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഈ കടുപ്പട്ടൻ അല്ലെങ്കിൽ എഴുത്തച്ഛന്മാരെ കുറിച്ച് പറയാമോ എന്ന് ചോദിച്ചിരുന്നു. അതുപോലെ കണിയാൻ അല്ലെങ്കിൽ പണിക്കർ, അവരെ കുറിച്ച് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. ഇത് രണ്ടും ഇവരെ നായരിൽ പെടുത്തുമോ എന്നും ചോദിച്ചിരുന്നു. ഇത് ബ്രിട്ടീഷുകാർ ഇവരെ നായരിൽ പെടുത്തിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾ ഏതിൽ പെടുത്തണമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ പറയുന്നില്ല. അപ്പൊ എന്റെ അഭിപ്രായങ്ങൾക്ക് നമ്മൾ വില കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ട മലബാറിൽ ജീവിച്ചിരുന്ന ആളുകളുടെ തൊഴിലും മറ്റു കാര്യങ്ങളുമാണ് നമ്മളിവിടെ പറയുന്നത്. എല്ലാവരും എല്ലാവരെ കുറിച്ചും അറിഞ്ഞിരിക്കണം. അപ്പൊ കുറെ തെറ്റിദ്ധാരണകളൊക്കെ മാറും. അതിലെ ഗുണങ്ങൾ നമുക്ക് എടുക്കാം, ദോഷങ്ങൾ തള്ളിക്കളയാം. ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനായ ആധുനിക മലയാളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് എഴുത്തച്ഛനെ നമിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ തുടരാം. എഡ്ഗാർ കാസ്റ്റൺ അല്ലെങ്കിൽ എഡ്ഗാർ തേഴ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ, അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് ഓഫ് സൗത്ത് ഇന്ത്യ. അതില് അദ്ദേഹം അതിലൊരു റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ഗസറ്റിയർ ഓഫ് മലബാർ ഡിസ്ട്രിക്ട്. അത് പ്രകാരം അദ്ദേഹം പറയുന്നത് ഈ കടുപ്പട്ടർ എന്ന് പറയുന്നത് ബ്രാഹ്മണ ഒറിജിൻ ആണെന്ന്. അതായത് ബ്രാഹ്മണന്മാരിൽ നിന്ന് തരം താഴ്ത്തപ്പെട്ടു വന്ന വിഭാഗമാണ് കടുപ്പട്ടർ. ഇവര് തമിഴ്നാട്ടില് അല്ലെങ്കിൽ കടു ഗ്രാമത്തിൽ നിന്ന് വന്നവരാണ് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതിന് താരം താഴ്ത്തുള്ള കാരണം ബുദ്ധമതത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. ഇനി വേറൊരു ബ്രിട്ടീഷുകാരുടെ ഒരു സെൻസസ് നടന്നു. അത് 881 കാണാറുണ്ട്, 891 കാണാറുണ്ട്. പക്ഷെ 891 സെൻസസ് റിപ്പോർട്ട് പ്രകാരം എന്നാണ് H.A. സ്റ്റുവർട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു കാലത്ത് ഉപ്പ് സോൾട്ട് വർക്കേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവര് ഇപ്പോ മറ്റു പല മേഖലകളിലേക്കും തിരിഞ്ഞിരിക്കുന്നു. അതിൽ ഉപ്പ് കൊണ്ടുവരിക, എണ്ണ കൊണ്ടുവരിക, പല്ലക്ക് ചുമക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നു. ഇവര് കൊച്ചിയിൽ ഉപ്പാണ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പൊ ഇവര് കുറച്ച് എഡ്യൂക്കേറ്റഡ് ക്ലാസ് ആയതുകൊണ്ട് ഇവർക്ക് എഴുത്തച്ഛൻ എന്ന പട്ടമാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ മലബാറില് ഇവര് ജോലി ചെയ്തിരുന്നില്ല. സൗത്ത് മലബാറിൽ പല ജോലിയിലും ഇവര് ഏർപ്പെട്ടിരുന്നു. മറ്റു തൊഴിലുകളിലേക്കും ഇവര് മാറിയിരുന്നു. യഥാർത്ഥത്തിൽ ഇവര് വില്ലേജ് സ്കൂൾ മാസ്റ്റേഴ്സ് ആയിരുന്നു എന്നാണ് പറയുന്നത്. 1920 ഇവർ ഒരു അപ്ലിക്കേഷൻ കൊടുത്തു ഗവൺമെന്റിന്, അതായത് ബ്രിട്ടീഷുകാർക്ക്, അവരുടെ പേര് എഴുത്തച്ഛൻ എന്നാക്കി മാറ്റണം കടുപ്പട്ടറിൽ നിന്ന്. എന്നിട്ട് അവരെ
OBC പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ OBC ബ്രിട്ടീഷുകാരാണ് ഇവരെ പെടുത്തിയത്. അപ്പോൾ മറ്റ് OBC ഗോൾഡ് സ്മിത്ത്, ആശാരി എന്നൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കണിയാൻ എന്നൊക്കെ പറയുന്നില്ല, ആ വിഭാഗത്തോടൊപ്പം ഇവരെയും ചേർത്ത്. ഇനി നമുക്ക് ഇതിൽ പറയുന്നത് MGS നാരായണന്റെ ഒരു പുസ്തകമുണ്ട്, എ സിറ്റി ഓഫ് ട്രൂത്ത് റീവിസിറ്റഡ് എന്ന് പറഞ്ഞിട്ട് 2018 പ്രസിദ്ധീകരിച്ചതാണ്. അതിൽ അദ്ദേഹത്തിന്റെ കണക്ക് പ്രകാരം 1447 AD ഇദ്ദേഹം അല്ലെങ്കിൽ ഈ കടുപ്പട്ടർ ഇവിടെ വരുന്നത്, അതായത് കോഴിക്കോട് വരുന്നത് എന്ന് പറയുന്നുണ്ട്. PC രാജയുടെ ഒരു പുസ്തകമുണ്ട്, സാമൂതിരിയും കോഴിക്കോടും എന്ന് പറയുന്ന പുസ്തകത്തില് പേജ് നമ്പർ 298 ആ പേജിലാണ് കൊടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന 1442 അഭയാർത്ഥികൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കൃത്യമായ കണക്ക് കൊടുത്തിട്ടുണ്ട്. അവരെ ഇവിടെ അമ്പാട്ടി കോവിലത്തെ തമ്പുരാട്ടിയാണ് സ്വീകരിച്ചത്. ആ അമ്പാട്ടി കോവിലത്തെ മൂപ്പ് വന്ന തമ്പുരാട്ടി എന്ന് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത് സദാശിവൻ, അതായത് KN സദാശിവന്റെ ഒരു പുസ്തകമുണ്ട്, എ സോഷ്യൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. KN അല്ല, ടോയ്സൺ എന്നാണ്. അപ്പോ ആ പുസ്തകത്തിലാണ് ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. മൂപ്പ് വന്ന, അതായത് അമ്പാട്ടി കോവിലത്തെ മൂപ്പ് വന്ന തമ്പുരാട്ടിയാണ് ഇവരുടെ കഴിവ് കണ്ട് എഴുത്തച്ഛൻ എന്ന ടൈറ്റിൽ കൊടുത്തത് എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്, അതായത് K. ബാലകൃഷ്ണക്കുറുപ്പ് ഇറങ്ങിയ വിശ്വാസത്തിന്റെ കാണാപ്പുറങ്ങൾ എന്ന പുസ്തകത്തില് പേജ് നമ്പർ 15 മുതൽ 40 വരെയുള്ള ഏടുകളിലാണ് നമ്മൾ അതുവരെ പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. കാരണം അധ്യാപക വൃത്തിക്ക് പ്രാധാന്യമുള്ള ജൈന ഗോത്രം മലബാറിലേക്ക് വരികയും അവര്, അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരികയും അവര് പിന്നീട് ഹിന്ദു മതം സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വേറൊരു വിഭാഗം കൊടുത്തിരിക്കുന്നത് ഇതിന് നേരെ വ്യത്യസ്തം. അപ്പൊ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് പോകുന്നു, പിന്നെ ഇതില് എവിടുന്നാന്നുള്ള കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും അതുപോലെ സമയത്ത് കർണാടകയിൽ നിന്നാണ് ഒരു കൂട്ടർ പറയുന്നത്, ഒരു കൂട്ടർ ആന്ധ്രയിൽ നിന്നാണ് പറയുന്നത്. മൊറൈസ് ജോർജ് M 1931 എഴുതിയ ഒരു പുസ്തകമുണ്ട്, കടമ്പാക്കുല എ ഹിസ്റ്ററി ഓഫ് ആൻഷ്യന്റ് ആൻഡ് മിഡീവിയൽ കർണാടക. ഇതിന്റെ പേജ് നമ്പർ 255 അവർ പറയുന്നത് കർണാടകയിലെ കടുരു ഗ്രാമം എന്ന് പറയുന്ന ഒരു ജൈനമത അധിവാസ പ്രദേശമായിരുന്നു. അവിടുന്ന് വന്നതുകൊണ്ടാണ് ഇവർക്ക് കടു എന്ന പേര് കിട്ടിയത് എന്നാണ്. 1957 പ്രസിദ്ധീകരിച്ചിട്ടുള്ള ജൈനിസം ഇൻ സൗത്ത് ഇന്ത്യ ആൻഡ് സം ജൈന എപ്പിഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതിയിരിക്കുന്ന 2 പേരാണ്, പാണ്ഡുരംഗ് ഭീമാറാവ് ദേശായി, അതുപോലെ ഗുൾചന്ദ് ഹീരാചന്ദ് ദോഷി. ഇവര് അത് പ്രകാരം തെലങ്കാനയിലെ പട്ടർചേരു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്നതാണ്. അതായത് പട്ടർചേരു എന്ന് പറയുന്നത് ജൈനമതത്തില് അവര് ഒരു ഗ്രാമം ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ തൊട്ടു മുമ്പ് ഉണ്ടായിരുന്ന ഗ്രാമത്തിന്റെ പേരായിരുന്നു ഒരു ഗോത്രത്തിന്റെ പേരായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ അവര് പട്ടർചേരുവിൽ നിന്ന് വന്ന് കടൂരു ഗ്രാമത്തിൽ താമസിച്ചു. അപ്പൊ ഈ പട്ടർചേരു എന്നുള്ളതും കടൂരു ചേരും കൂടി രണ്ടും കൂടി ചേർന്നിട്ടാണ് കടുപ്പട്ടർ എന്ന പേര് കിട്ടിയത് എന്നാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. അഖില കേരള എഴുത്തച്ഛൻ സമാജത്തിന്റെ വെബ്സൈറ്റ് പ്രകാരം ആദ്യം വന്നത് 8 കുടുംബങ്ങളാണ്. ഇവര് തിരുനാവായയുടെ ആ സ്ഥലത്ത് അതിന്റെ അടുത്താണ് താമസിച്ചത്. അപ്പോ ഈ ബാലകൃഷ്ണക്കുറുപ്പിന്റെ കാണാപ്പുറം, അതായത് വിശ്വാസത്തിന്റെ കാണാപ്പുറങ്ങൾ എന്നുള്ളതിൽ പറയുന്നത് ഇവര് ഈ തിരുനാവായയിൽ വന്ന് താമസിച്ചിരുന്നു. അതില് 8 കുടുംബങ്ങളായിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. പിന്നീട് അത് 32 അതായത് വേറെ ഒരു 32 പേര്, അവര് കുറച്ചു പേര് തൃശ്ശൂർ വന്ന് താമസിച്ചു. 32 പേര്, ഈ 32 കൂട്ടുകാരും 8 കൂടി ചേർന്ന് അല്ലെങ്കിൽ അതിൽ പെട്ടിട്ടുള്ള മറ്റൊരു വിഭാഗം വന്നു. അവര് പാലക്കാട് ചുറ്റൂരും അതുപോലെ കണ്ണിയമ്പുറത്തും താമസിച്ചു. കുറച്ചു പേര് കൊച്ചിയിലേക്ക് മാറി എന്നാണ്. ഇപ്പൊ ഇവരുടെ വീട്ടുപേരൊക്കെ നല്ല രസകരമാണ്. കിഴക്കേപ്പാട്ട്, പടിഞ്ഞാറേപ്പാട്ട്, വടക്കേപ്പാട്ട്, അങ്ങനെയുള്ള തെക്കേപ്പാട്ട്, ഇങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ വീട്ടുപേരുണ്ടായിരുന്നത്. LK അനന്തകൃഷ്ണ അയ്യർ എഴുതിയ ഒരു പുസ്തകമുണ്ട്, അതാണ് ദ ട്രൈബ്സ് ആൻഡ് കാസ്റ്റ് ഓഫ് കൊച്ചിൻ എന്ന പുസ്തകം. അതിൽ പറയുന്നത് സാമൂതിരിയുടെ സൈന്യവും പോർച്ചുഗീസുകാരും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായി നിൽക്കുന്ന സമയത്ത് വെട്ടത്തുനാട് പ്രദേശത്ത് ഭയങ്കര അരക്ഷിതാവസ്ഥ ഉണ്ടായിരുന്നു. ആ അരക്ഷിതാവസ്ഥ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നിൽക്കക്കള്ളി ഇല്ലാതെ ഒരു വലിയൊരു വിഭാഗം ഈ മലബാറിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും പിന്നെ കുറച്ചു പേര് കൊച്ചി രാജ്യത്തിലേക്കും പല ഭാഗങ്ങളിലേക്കും പോയി. അങ്ങനെ വന്നവരാണെന്നും പറയുന്നുണ്ട്. എന്തായാലും മലബാറിലും കൊച്ചിയിലും അതുപോലെ തന്നെ പാലക്കാടും ഒക്കെ വട്ടെഴുത്ത് പ്രചരിപ്പിച്ചവര് എഴുത്തച്ഛന്മാരാണ്. ഇവരുടെ സംഭാവന വലിയ ഒരു സംഭാവന. അപ്പൊ എഴുത്തച്ഛൻ എന്നുള്ളത് ടൈറ്റിൽ കൊടുത്തതാണ് എന്ന് പറയുന്നു. ഇനി ഇവരുടെ ജീവിത രീതിയൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ കടുപ്പട്ടർ എന്ന പദം എങ്ങനെ വന്നു എന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ ഇവര് പ്രൊഫഷണൽ വില്ലേജ് സ്കൂൾ മാസ്റ്റേഴ്സ് ആയിരുന്നു. മക്കത്തായമായിരുന്നു ഇവര് സ്വീകരിച്ചിരുന്നത്. അതായത് പ്രോപ്പർട്ടി ഫാദർ ടു സൺ, അച്ഛനിൽ നിന്ന് മകനിലേക്കാണ് പോയിരുന്നത്, മകൾക്ക് കിട്ടില്ല. കല്യാണം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് കല്യാണം നടക്കുമെങ്കിലും
യഥാർത്ഥത്തിലുള്ള ഭർത്താവിനെ സെലക്ട് ചെയ്യുന്നത് ഈ കല്യാണം, അതായത് പ്രായപൂർത്തിയായതിനു ശേഷം ഒരു ഇണങ്ങൻ ഉണ്ടാവും, അതായത് മധ്യസ്ഥനാണ് അദ്ദേഹം. അതിന്റെ മധ്യസ്ഥതയിൽ സ്ത്രീധനവും മറ്റു കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചതിന് ശേഷം ആണ് ഈ കല്യാണം നടക്കുന്നത്. അപ്പൊ ഈ താലി കെട്ടുന്നത് ബ്രൈഡ് ഗ്രൂംസിന്റെ, അതായത് വരന്റെ സിസ്റ്റർ ആയിരിക്കും, ഫീമെയിൽ റിലേറ്റീവ്. അതുപോലെ ഫ്യൂണറൽ പരിപാടിയൊക്കെ നടത്തുന്നതിന് ഇവിടെ നമ്മൾ നായന്മാരുടെ ഇതിൽ വരുമ്പോൾ ഇളയതാണെന്നുണ്ടെങ്കിൽ ഇവിടെ അമ്പുട്ടൻ എന്ന് പറയും. അമ്പുട്ടൻ എന്ന് പറഞ്ഞാൽ ബാർബറാണ്. അദ്ദേഹമാണ് ഈ ചോറ് അരിയൊക്കെ ഉണ്ടാക്കുന്നത്, അതിന്റെ ഇതൊക്കെ ഉണ്ടാക്കുന്നതല്ലോ ഈ ശ്രാദ്ധ കർമ്മങ്ങൾക്കൊക്കെ, അതൊക്കെ അവരാണ് ചെയ്യുന്നത്. പിന്നെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ 12ാമത്തെ ദിവസം, അതായത് വിവാഹം കഴിഞ്ഞ് പിന്നെ അത് ആ ഭർത്താവ് മരണപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് 12ാമത്തെ ദിവസം ഇവര് തിരിച്ച്, അതായത് ആൺമക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് അവിടെ തുടരാം, ഭർത്താവിന്റെ സ്വത്തിൽ ഇതുണ്ടാവും, അവകാശം ഉണ്ടാവും. പക്ഷെ ആൺമക്കളില്ല, പെൺമക്കൾ മാത്രമേ ഉള്ളൂ എങ്കിലും കുട്ടികളൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിലും ഇവരുടെ കാര്യം കട്ടപ്പുകയാണ്. പിന്നെ ഇവര് പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് തിരിച്ചു വരണം. ഞാനൊരു ഭാഷ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത് അവര് നേരെ അവരുടെ സ്വന്തം വീട്ടിലേക്ക് വരണം. വരുമ്പോൾ 2 സ്ത്രീകൾ അവിടെ വരും, അവരെ കൊണ്ടുവന്ന് ആക്കാൻ. ഒരു പുതിയ വസ്ത്രം ധരിച്ചിരിക്കും, മുഖം മറച്ചിരിക്കും, തലയൊക്കെ മറിച്ചിട്ടാണ് അവർ വരിക. വീട്ടിൽ വന്നാൽ ഭയങ്കര അലമുറ ഇടലും ഭയങ്കര കാര്യമാണ്, വല്ലാത്ത കഷ്ടമാണ്. പിന്നീട് അവർക്ക് വേറെ വിവാഹം കഴിക്കാനുള്ള അതുണ്ട്, അവകാശമുണ്ട്. അത് അത്ര മാത്രമാണ് അതിൽ പറയുന്നത്. ഇനി നമുക്ക് കണിയാനെ കുറിച്ച് പറയാം. കണിയാൻ എന്ന് പറയുന്നത് പണിക്കർ, അസ്ട്രോളജി അല്ലെ, ഇപ്പോഴും അന്നും ഇന്നും വളരെ പ്രാധാന്യമുള്ള ഒരു വിഭാഗമായിട്ട് കണക്കാക്കുന്നവരാണ് ഈ പണിക്കർ അല്ലെങ്കിൽ കണിയാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒറിജിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു ആധികാരികമായ ഒരു റിപ്പോർട്ട് എന്ന് നോക്കുന്ന വെച്ചാൽ FB ഭവൻ CA ഇൻസ് 1908 പ്രസിദ്ധീകരിച്ചതാണ്. അതായത് മദ്രാസ് ഡിസ്ട്രിക്ട് ഗസറ്റിയറിന്റെ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ പേര് ഇങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്, മദ്രാസ് ഡിസ്ട്രിക്ട് ഗസറ്റിയേഴ്സ് മലബാർ ആൻഡ് ഏഞ്ചിംഗോ എന്ന് പറഞ്ഞിട്ടാണ് പുസ്തകത്തിന്റെ പേര്. അതിന്റെ പേജ് നമ്പർ 129 പറയുന്നത്, ബ്രാഹ്മണ തീയ വിവാഹത്തിൽ നിന്നുണ്ടായതാണ് ഈ കണിയാൻ അല്ലെങ്കിൽ കണിശൻ എന്ന് പറയുന്നത്. അപ്പൊ സംസ്കൃത പഠനവും ജ്യോതിഷവും ഇവർക്ക് അനുവദനീയമായിരുന്നു. അവർക്ക് അഭ്യസിക്കുകയും ചെയ്യാം, പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. ഒപ്പം തന്നെ ഇവരുടെ പല വീടുകളിലും ആയുധ പരിശീലനമൊക്കെ കൊടുത്തിരുന്നു. അതുകൊണ്ട് ഇവരെ പല വീടുകളും കളരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെയാണ് കളരി പണിക്കർ എന്നുള്ള പേര് വന്നത് എന്നാണ് അതിൽ പറയുന്നത്. ഇനി നമുക്ക് കണിയാന്റെ ജോലിയെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിനൊരു ഐതിഹ്യമുണ്ട്. ഈ അതായത് ബ്രാഹ്മണ തീയ വിവാഹം എന്ന് പറയുന്നില്ലേ, അതിനെ കുറിച്ചിട്ട് പറയുന്ന ലോഗൻ പറയുന്നത്, ഇവര് ഈ പാലൂർ പട്ടേരി എന്ന് പറയുന്നത് വളരെ അഗ്രഗണ്യനായിരുന്നു ഈ ജ്യോതിഷത്തിലും മറ്റു കാര്യങ്ങളിലും. അപ്പോ മന്ത്രവാദവും മറ്റതൊക്കെ ഒരു കാലത്ത് ഇത് ബ്രാഹ്മണരുടെ കുത്തകയായിരുന്നു ഈ അസ്ട്രോളജി എന്ന് പറയുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന് ഒരു ദിവസം ഇതൊക്കെ വെച്ച് കവടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയൊരു നാണക്കേട് വരുന്ന ഒരു സംഭവം കണ്ടു. അപ്പൊ കുടുംബത്തില് നിന്ന് കഴിഞ്ഞാൽ ആ നാണക്കേടൊക്കെ സഹിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം സ്വന്തം ഭാര്യയും വീടും കുടുംബവും സുഹൃത്തുക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം അവിടെ ആ സ്ഥലം വിട്ടു പോവുകയാണ്. അപ്പൊ അറിയാത്തൊരു സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയിൽ അങ്ങനെ പോവാണ്. പോകുന്ന സമയത്ത് ഒരു നദി കുറുകെ കടക്കുന്ന സമയത്ത് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി എന്നാണ്. അപ്പൊ അതിന്റെ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് പോയി. അപ്പൊ രാത്രിയായിരുന്നു. അദ്ദേഹം അവിടെ പോയി ആ വരാതയിൽ കടന്നുറങ്ങി. ആ വീട് ഒരു തീയസ്ത്രീയുടെ വീടായിരുന്നു. അപ്പൊ രാവിലെ ഭർത്താവ് ദേഷ്യപ്പെട്ടിട്ട് പോയിരുന്നത്. അവര് വൈകുന്നേരം വരെ വന്നിട്ടില്ല. രാത്രി വന്നിട്ട് അവിടെ ഇദ്ദേഹം കടന്നപ്പോ ഈ സ്ത്രീ വിചാരിച്ചത് രാത്രി ഇരുട്ടത്ത് ഭർത്താവാണെന്ന് വിചാരിച്ചിട്ട് അവിടെ വന്ന് കടന്നു അത്രേ. അപ്പൊ ഈ അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ സ്വന്തം വീടിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ച് വ്യാപൃതനായിരുന്നു, അദ്ദേഹം അറിഞ്ഞില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കിയത് ഇത് തീയസ്ത്രീയാണ്. അപ്പൊ പൊല്യൂട്ടഡ് ക്ലാസ് ആണ് തീയ എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം പിന്നീട് അത് ആക്സെപ്റ്റ് ചെയ്തു. അതായത് ഭാര്യയായിട്ട് എന്ന് പറയുന്നില്ലെങ്കിലും അദ്ദേഹം തന്റെ എന്താ പറയാ ഒരു ഭാഷ ഉണ്ടല്ലോ, അത് എന്താ വെച്ചാൽ ആയിക്കോട്ടെ, അദ്ദേഹം അംഗീകരിച്ച് അതിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് അദ്ദേഹം എല്ലാ വിധത്തിലുള്ള അഭ്യാസങ്ങൾ, അതായത് ഈ ജ്യോതിഷത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു എന്നാണ്. അങ്ങനെയാണ് പാലൂർ കളരി അല്ലെങ്കിൽ പാലൂർ പണിക്കർ എന്ന പേര് വന്നത്. അവർ വളരെ ഫേമസ് ആണ്. പിന്നീട് ഇപ്പോ ഈ ഒരു വിഭാഗമാണ് ഏറ്റവും കൂടുതൽ ജ്യോതിഷമൊക്കെ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെയാണ് ആ പേര് കിട്ടിയതെന്ന് പറയുന്നു. അപ്പൊ ഇവരൊക്കെ പിന്നീട് ആദ്യകാലങ്ങളിൽ ഇവരെ ഇതിലാണ് കണക്കാക്കിയിരുന്നതെങ്കിലും ഇവർക്ക് പിന്നീട് നമ്മൾ പറയില്ലേ കാർപ്പൻറ്റർ അല്ലെങ്കിൽ തട്ടാൻ, ഗോൾഡ് സ്മിത്ത്, വയറ്റാട്ടി എന്നൊക്കെ പറയുന്നു, ആ വിഭാഗത്തിന്റെ ഒക്കെ ഒപ്പം അതേ രീതിയിൽ തന്നെ ഇവർ കൊടുത്തിരുന്നു. ഇവര് പൊതുവെ ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളും നന്നായിട്ട് ബഹുമാനിച്ചിരുന്നു. ഗുരുനാഥൻ എന്നാണ് പണിക്കരെ വിളിക്കാറുള്ളത്. അപ്പോൾ ഇവരുടെ സർവീസ് ജനനം മുതൽ മരണം വരെ എന്ന് പറയാം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും
ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ, ഒരു വീട് വെക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു യാത്ര പോകണം എന്നുണ്ടെങ്കിൽ കല്യാണം, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും പൂണൂല് ധരിക്കുന്ന ദിവസം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇവരുടെ സേവനം അത്യന്താപേക്ഷിതമായിരുന്നു. വളരെയധികം എത്തിക്സ് ഉള്ള ഒരു ജോലിയാണ് ഇവർ ചെയ്തിരുന്നത്. മറ്റ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഫിസിഷ്യനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇവർക്ക് ഭയങ്കര എത്തിക്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർ ഫീസ് ഇത്രയാണ് എന്ന് പറയുകയില്ല. പക്ഷെ പഠിക്കരെ കാണാൻ വരുന്ന ആളുകൾ ഒരിക്കലും വെറും കൈയോടുകൂടി വരാറില്ല, അവരെന്തെങ്കിലും കൊടുക്കാറുണ്ട്. ഇവരുടെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ജനുവരി ടു ജൂൺ ആണ്. ആ സമയത്താണ് വളരെ ബിസി ആയിട്ടുള്ള സമയം. ആ സമയങ്ങളിൽ ആണ് ഹാർവെസ്റ്റ് നടക്കുന്നതും കല്യാണങ്ങൾ നടക്കുന്നതും. പക്ഷെ പ്രധാന ബിസിനസ് എന്ന് പറഞ്ഞാൽ കാശുണ്ടാക്കുന്ന പറ്റുന്ന ബിസിനസ് ഹോറോസ്കോപ്പിംഗ് വയ്ക്കുക, അതായത് ഈ ജാതകം എഴുതുക. അപ്പൊ അതിന് വില്യം ലോഗൻ എഴുതിയിരിക്കുന്ന 5 മുതൽക്ക് 25 പണം എന്നാണോ അണയാണോ എന്ന് വ്യക്തമായിട്ടില്ല, അത് അവർക്ക് അദ്ദേഹത്തിന് കിട്ടും. ചിലപ്പോൾ അതിന് കൂടുതൽ പൈസ ഈ മേഖലയിൽ കൂടെ അവർക്ക് കിട്ടും. ബാക്കിയുള്ള സമയങ്ങളിൽ എന്താ പറയാ, വെറുതെ ഇരിക്കുന്ന ഒരു പരിപാടിയില്ല. കാരണം അതുകൊണ്ട് ഈ ജനനങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഈ ഹോറോസ്കോപ്പിന്റെ പരിപാടി അവർ നടക്കാറുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ, അദ്ദേഹം കണിയാൻ പല നിരത്തി ചെയ്യുന്ന കാര്യങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതില് അവര് ഈ കവടി എടുത്തിട്ട് ഗണപതി, സൂര്യൻ, വ്യാഴൻ, ഗുരു എന്നൊക്കെ പറഞ്ഞ് അവർ മാറ്റി വെച്ചിട്ട് അത് കവടി നിരത്തിയിട്ടാണ് റിസൾട്ട് പറയുക. അപ്പൊ കണിയൻ ഒരിക്കലും നുണ പറയില്ല എന്നുള്ളതാണ് മറ്റുള്ളവരുടെ വിശ്വാസം. പിന്നെ ഇവരുടെ ജീവിത രീതി എന്ന് പറയുന്നത് നല്ല രസകരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഭാര്യ എന്ന് പറയുന്നത് ഒരു കോമൺ വൈഫാണ്. എന്ന് പറഞ്ഞാൽ മറ്റ് സഹോദരന്മാർക്കും എല്ലാവർക്കും കൂടിയിട്ട് ഒരൊറ്റ ഭാര്യയാണ് ഇവർക്കുള്ളത്. അപ്പൊ ഒരാൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ ബാക്കി സഹോദരങ്ങളും കൂടി വേറെ കല്യാണം കഴിച്ചില്ല. ഒരു പക്ഷേ കുടുംബത്തിലെ വേറെ സ്ത്രീകൾ വന്ന് വഴക്കുണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ആയിരിക്കാം അങ്ങനെ ചെയ്തിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഓരോ കർമ്മങ്ങൾക്കും ഓരോ കാര്യങ്ങൾക്കും അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, കാരണമില്ലാതെ അങ്ങനെ വരില്ല. പിന്നെ ഫാദർ ടു സൺ, അതായത് അച്ഛനിൽ നിന്ന് മകനിലേക്കാണ് സ്വത്ത് കിട്ടുന്നത്. ഫ്യൂണറൽ സെറിമണിക്ക് അത് അച്ഛന്റെ ഇതല്ലെങ്കിൽ മറ്റുള്ള തന്നെ മക്കളാണ് ചെയ്യുക, ആൺമക്കൾ ആണ് ഇത് ചെയ്യുക. പക്ഷെ മരണാനന്തര ചടങ്ങുകൾ വേറെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് മരുമക്കത്തായത്തിന്റെ മോഡലിലാണ്. കല്യാണത്തിന് മരുമക്കത്തായമാണ് നടക്കാറുള്ളത്. പിന്നെ ഇതിന്റെ ഇവരുടെ കല്യാണം പറഞ്ഞ ഭയങ്കര ആർഭാടമാണ്. കല്യാണം നടത്തി കൊടുക്കുന്നത് നാട്ടുകാരാണ്. കാരണം ദേശപ്പണിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇവരാണ് നിൽക്കുന്നത്. ഇവർ പല തൊഴിലുകളും ചെയ്തിരുന്നു എന്ന് പറഞ്ഞില്ലേ, ഫിസിഷ്യന്റെ ജോലി കൂടി ഇവർ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്, പരിഹാരങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് വളരെ മാന്യതയാണ്. അപ്പൊ നായന്മാരൊക്കെ അവിടെ വരും. അവർ വരൻ പുറപ്പെടുന്നതിന് മുമ്പ് അവിടെ വല്ല പടക്കം പൊട്ടിക്കും. അതുപോലെ ചെണ്ട, മേളം, കുരവയൊക്കെ ഇട്ടുകൊണ്ടാണ് ഇവിടുന്ന് തുടങ്ങുക. നേരെ അവര് വധുവിന്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഇതേപോലെയുള്ള ചടങ്ങുണ്ട്. അപ്പൊ വധുവിന്റെ സഹോദരി അവര് ഈ പെൺകുട്ടിയെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തുന്നതിന് മുമ്പ് 7.5 പിടിയാണോ കുമ്പിളാണോ എന്നറിയില്ല, അരി അവിടെ കൊണ്ടുവന്ന് നിരത്തി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിന്റെ മുകളിൽ ഇവരെ ഇരുത്തും. ഈ അരിയും ഇതിനോടൊപ്പം ഉള്ള 8 അണ, ഇത് രണ്ടുമാണ് അവിടുത്തെ ദേശത്തുള്ള പണിക്കാരുടെ കൂലി. അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയ ഈ ബ്രൈഡ് ഗ്രൂമിന്റെ മുന്നിലാണ് ഇവരെ കൊണ്ടുവന്ന് ഇരുത്തുക. അങ്ങനെ ഈ ബ്രൈഡ് ഗ്രൂമിന്റെ, അതായത് വരന്റെ സഹോദരിയാണ് താലി കെട്ടി കൊടുക്കുന്നത്, കഴുത്തിൽ വെച്ച് കെട്ടുന്നത്. അപ്പൊ കെട്ടുന്നത് ബ്രൈഡ് ഗ്രൂം ആയിരിക്കും. അതിനുശേഷം ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുത്തി കഴിഞ്ഞാൽ രണ്ടുപേരുടെ കൈ പിടിച്ചു കൊടുക്കും. ഇതാണ് അവര് ചെയ്യുന്നത്. അപ്പൊ കൈ പിടിച്ചു കൊടുക്കുന്നതും ഈ ബ്രൈഡ് സിസ്റ്ററാണ് ചെയ്യുന്നത്. അപ്പോ ആ താലി കൊടുത്ത് കെട്ടി ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി അവിടെ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് എന്താ പറയാ, സ്വീറ്റ്സ് ഒക്കെ കൊടുക്കും. സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുന്നതൊക്കെ നല്ല തമാശയാണ്, അല്ലെങ്കിൽ ഭയങ്കര തമാശകളൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ ഈ അണങ്ങത്തിയാണ് ഇതൊക്കെ ചെയ്യുക. അപ്പോ ഞാൻ ആ സമയത്ത് ഇവരൊരു ഇത് വായിക്കുന്നുണ്ട്. അതായത് ബ്രൈഡ് ഗ്രൂം ഇത് കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അസ്ട്രോളജർ, അതായത് ഈ ഞാൻ പറഞ്ഞില്ലേ പണിക്കര്, ആ പണിക്കരാണ് ഇത് വായിക്കുന്നത്. അതിന്റെ ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കാം. ട്രാൻസ്ലേഷൻ ചിലപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിപ്പോ നിങ്ങൾ തിരുത്തിക്കോളൂ പിന്നീട്. ആ ശുഭമുഹൂർത്തം വന്നിരിക്കുന്നു, അത് നിങ്ങൾക്ക് സൗന്ദര്യവും ദീർഘമായ ജീവിതവും സമ്പത്തും മാധുര്യമേറിയ ദാമ്പത്യവും ഐശ്വര്യവും സന്തോഷവും നൽകാനിടയാകട്ടെ. ഈ അവസരം അല്ലെങ്കിൽ ഈ ഒക്കേഷൻ വധുവിനെ വിവാഹം കഴിച്ച നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാകുമാറാകട്ടെ എന്ന് പറയുമ്പോൾ എല്ലാ ഗസ്റ്റും കൂടി ആഹാ ആഹാ എന്ന് പറഞ്ഞിട്ട് അവര് കുരവിടും എന്നാണ്. ഇത് ലോകൻ നേരിട്ട് കണ്ട കല്യാണത്തിന്റെ കാര്യമാണ്, അന്നത്തെ കാലത്തുള്ളതാണ് പറയുന്നത്. ഇന്ന് അങ്ങനെ ഉണ്ടോന്ന് അറിയില്ല. പിന്നെ രാമായണമൊക്കെ വായിക്കും. പാരന്റ്സോ എല്ലാവരും കൊണ്ടുവന്ന അരിയൊക്കെ ഇടും തലയിൽ. അതൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം 5 ദിവസത്തെ പരിപാടിയാണ്. അതിൽ 3-ാമത്തെ ദിവസം തിരിച്ച് ബ്രൈഡ് ഗ്രൂമിന്റെ വീട്ടിലേക്ക് ഇവർ വരും. അവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ
ഒരു ദിവസം കൂടി കഴിഞ്ഞ് 5-ാമത്തെ ദിവസം ഇതിന്റെ എല്ലാ പരിപാടികളും അവസാനിക്കും. പിന്നെ കല്യാണം കഴിഞ്ഞു, ഡിവോഴ്സ് ആണെങ്കിൽ തോന്നിയ പോലെ പെട്ടെന്ന് ചെയ്യാനൊന്നും പറ്റില്ല. നാട്ടുകാരാണല്ലോ കല്യാണം കഴിച്ചു കൊടുത്തത്. അതുകൊണ്ട് മുഖ്യസ്ഥനും മറ്റുള്ള ആളുകളുടെ അടുത്ത് ഈ പരിപാടി അവതരിപ്പിക്കണം. ഇനി ഡിവോഴ്സ് അനുവദിക്കുന്നത് കാസ്റ്റ് അസംബ്ലി ഉണ്ട്, അതായത് ജാതിയുടെ ഒരു കൂട്ടമുണ്ട്, അവരാണ് ഇതിന്റെ ഡിവോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് പറഞ്ഞു. ഇനി നമുക്ക് അടുത്തത് തീയ വിഭാഗത്തെ കുറിച്ചിട്ടും അതുപോലെ കുറുപ്പ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അതിനെ കുറിച്ചിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതുവരെ നൽകിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനം തുടർന്നും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു.